വനിതാ സംവരണ ബില്ലിനെ അല്ല എതിർക്കുന്നത് എന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. മണ്ഡല പുനർനിർണയത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യത്തെയാണ് എതിർക്കുന്നതെന്നും ഇ.ടി. മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ ഒരു യോഗത്തിൽ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 2023 ഇത് വരുന്ന സമയത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും അതിനെ അനുകൂലിച്ചിരുന്നു. വിമൺ റിസർവേഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അതിനോട് തീർച്ചയായിട്ടും സപ്പോർട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ പ്രാവശ്യം അവർ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി അതിൽ തീർച്ചയായും ചതിക്കുഴികളുണ്ട്. അത് തീർച്ചയായിട്ടും തെറ്റായ വിധത്തിൽ വന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ എതിർക്കും. അതേസമയത്ത് വനിതാ ബില്ലിനോട് തീർച്ചയായിട്ടും റിസർവേഷൻ ബില്ലിനോട് ഞങ്ങൾ യോജിക്കുകയും ചെയ്യും. ഈ ഡീലിമിറ്റേഷൻ ബില്ല് കേരളത്തിന് വലിയ തിരിച്ചടിയാവുമെന്ന് കരുതുന്നു. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ അത് അവർ കൊണ്ടുവന്നിട്ടുള്ള വളരെ വികൃതമായ രൂപത്തിലാണ്. അത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. അതേസമയത്ത് വനിതാ സംവരണ ബില്ലുമായിട്ട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായാലും തർക്കമില്ല. അതിനാണ് ഞങ്ങൾ നേരത്തെ അനുകൂലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇക്കാര്യത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ ബില്ല് ഭരണഘടനാ ഭേദഗതിയിൽ അപകടകരമാണ്, തീർച്ചയായിട്ടും ട്രാപ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ എതിർക്കുകയും ചെയ്യും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. മുസ്ലിം ലീഗ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വനിതാ സംവരണത്തിനെതിരല്ല, പക്ഷേ ഇത് കൊണ്ടുവരുന്ന രീതിക്ക് മുസ്ലിം ലീഗ് തങ്ങളുടെ എതിർപ്പ് ഇന്ത്യ മുന്നണി യോഗത്തിലും അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.